നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിലേ 100 കോടി രൂപ തരാൻ വരെ ഇവിടെ ആളുകളുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, കണ്ടോക്ക്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടി, ആ നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നു. അവര് ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്കിപ്പോ കുടുംബമില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. മലയാള സിനിമയിലെ പഴയകാല ഡയറക്ടർ വിജി തമ്പി ജനൻ ടി വിയിലെ ഒരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞ കാര്യമാണ് എനിക്ക് കേട്ടത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 256 ആയത്തിൽ പറയുന്നുണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, അതായത് മതത്തിൽ ബലപ്രയോഗമില്ലെന്ന്. ഒരു കാരണവശാലും ബലം പ്രയോഗിച്ചോ പ്രേരിപ്പിച്ചോ പ്രതിഫലം കൊടുത്തോ ഒരാളെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്നാൽ ഒരിക്കലും അയാൾ മുസ്ലിം ആവുകയില്ല എന്നതാണ് സത്യം. ഒരാൾ മുസ്ലിം ആവുക ഷഹാദത്ത് കലിമ സ്വയം മനസ്സറിഞ്ഞ് ഇസ്ലാമിനെയും ഖുർആനെയും പടച്ചവനെയും പ്രവാചകനെയും മനസ്സിലാക്കി മുന്നോട്ട് കടന്നു വന്നാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അടക്കം ഇതോടെ പൊളിയുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശത്തോടു കൂടിയും ഒരു പെണ്ണോ ആണോ ഇസ്ലാമിലോട്ട് കടന്നു വന്നാലും മുസ്ലിം ആവുകയില്ല. ഉദ്ദേശശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആദ്യം അറിയേണ്ടത്, ഞാൻ വെല്ലുവിളിക്കണ്, ധൈര്യം ഉണ്ടെങ്കിൽ വിജി തമ്പി ആളെ പേര് പറയും. ഇസ്ലാം ഒന്നടങ്കം അയാളെ എതിർക്കും എന്നതാണ് സത്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ അയാൾക്ക് തലക്ക് വെളിവുണ്ടാവില്ല. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കിയൊരു വ്യക്തി ഈ 100 കോടിയും കൊടുത്ത് ഏതോ ഒരു പെണ്ണിനെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്ന് പടച്ചവൻ്റെ നിന്ന് ശിക്ഷയും വാടിക്കൂട്ടാൻ ആരും ആഗ്രഹിക്കില്ല. കാരണം അതുകൊണ്ടൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ? അതില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നെ തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാം ഇങ്ങനെ ഈ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. ഇതൊക്കെ ലവ് ജിഹാദ് പോലെ തന്നെ ഇസ്ലാമിനെ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇതിനൊന്നും ആരാണ് എന്താണെന്ന് ഒരു തെളിവുണ്ടാവില്ല. അതാണ് മെയിൻ സംഭവം.